ഇന്ന് നവംബർ 19-ാം തീയതി UPSC സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്നും വായിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് പേജ് 8-ലുള്ള ദ ട്വിൻ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. ആക്ച്വലി ഝാൻസി ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ള ഒരു ഫയർ ട്രാജഡിയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള ഫയർ സേഫ്റ്റി സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്യാതെ ആശുപത്രിയിലും മറ്റുമൊക്കെ ഉണ്ടാവുന്ന അപകടങ്ങൾ അത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഫയർ സേഫ്റ്റി സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുമാണ് ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നത്. സോ ട്വിൻ നെഗ്ലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു എഡിറ്റോറിയൽ പ്രത്യേകിച്ചും ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ചുള്ള പറയുമ്പോൾ നമുക്കിത് മെൻഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആക്സിഡന്റുകളെ എലിമിനേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫയർ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ദിസ് ടൈം ഫോർ ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നൈജീരിയ വിസിറ്റുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. ഇന്ത്യയുടെ കമ്മിറ്റ്മെന്റ് ഗ്ലോബൽ സൗത്തിനോടുള്ള കമ്മിറ്റ്മെന്റ് പ്രത്യേകിച്ചും ആഫ്രിക്കയെ ഉന്നമനം ചെയ്യുന്നതിന് വേണ്ടി ആഫ്രിക്കയുടെ മുന്നോട്ട് പോക്കിന് വേണ്ടി ഇന്ത്യയുടെ കമ്മിറ്റ്മെന്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു ഗ്ലോബൽ സൗത്തിലേക്കുള്ള ചാലഞ്ചസും ഓപ്പർച്യൂണിറ്റീസിനെയും കുറിച്ചൊക്കെയാണ് ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നതായിട്ടുള്ളത്. അടുത്തത് മണിപ്പൂർ ആസ് എ കേസ് ഓഫ് ഫോർ ഇമ്പോസിംഗ് ആർട്ടിക്കിൾ 356 എന്നാണ്. അപ്പോൾ ആർട്ടിക്കിൾ 356 അതായത് പ്രസിഡന്റ്സ് റൂൾ ഇമ്പോസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നതായിട്ടുള്ളത്. കാരണം മണിപ്പൂരിലെ സാഹചര്യം വളരെ സെൻസിറ്റീവ് ആണ്, വളരെ സിവിയർ ആണ്. സോ ആ ഒരു സാഹചര്യത്തിൽ പ്രസിഡൻഷ്യൽ ഇന്റർവെൻഷൻ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഇടപെടൽ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെയാണ് എഡിറ്റോറിയൽ പറയുന്നത്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ദ എക്സ് ഫാക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള എക്സ് അല്ലെങ്കിൽ മുന്നത്തെ ട്വിറ്ററിനെ കുറിച്ചിട്ടുള്ളതാണ്. അതായത് അത് ഫ്രീഡം എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാർക്ക് കംപ്ലീറ്റ് ഫ്രീഡം നൽകുമ്പോൾ അതിന്റെ അക്കൗണ്ടബിലിറ്റി ലോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആണ്. ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പർട്ടിക്കുലർലി എക്സ്, അതായത് എലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള എക്സ് എന്ന് പറയുന്ന നേരത്തെയുള്ള ട്വിറ്റർ, ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് ഡെമോക്രസിയെ സ്വാധീനിക്കുന്നത്? പ്രത്യേകിച്ചും അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇലോൺ മസ്കിന്റെ സപ്പോർട്ടോടുകൂടിയുള്ള ഡൊണാൾഡ് ട്രംപ് ആണ് വിജയിച്ചു വന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസും മറ്റുമൊക്കെ സ്പ്രെഡ് ചെയ്യാൻ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ചാണ് ഈ ഒരു എഡിറ്റോറിയൽ പരിശോധിക്കുന്നതായിട്ടുള്ളത്. അടുത്തത് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ മായി ബന്ധപ്പെട്ടും EPFO പെൻഷനേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്. ലോഗ് ജാം ഫോർ EPFO പെൻഷനേഴ്സ് പേജ് 9-ലുള്ളതാണ്. അപ്പൊ എന്താണ് EPFO പെൻഷനേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങൾ? സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ EPFO രജിസ്റ്റർ ചെയ്തിട്ടുള്ള പെൻഷനേഴ്സ് നേരിടുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? അവർക്ക് എങ്ങനെയാണ് കൂടുതൽ പെൻഷൻ ബെനിഫിറ്റുകൾ കിട്ടുക? സെൻട്രൽ ഗവൺമെന്റ് സെൻട്രലൈസ്ഡ് പെൻഷൻ പേയ്മെന്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുവഴി എങ്ങനെയാണ് ബെറ്റർ ആയിട്ടുള്ള ബെനിഫിറ്റുകൾ കിട്ടുക എന്നതിനെ കുറിച്ചൊക്കെയാണ് പേജ് 9-ലെ ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നതായിട്ടുള്ളത്. അപ്പൊ എന്താണ് EPF, എന്താണ് അതിന്റെ ബെനിഫിറ്റുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് ഹൗ ക്യാൻ ഡിസൈൻ ഹെൽപ്പ് എ ബിൽഡിംഗ് മോർ ക്ലൈമറ്റ് റെസിലിയന്റ് എന്നാണ്. നമ്മൾ ഒരുപാട് ബിൽഡിങ്ങുകൾ പണിയുന്നുണ്ട്. ഈ ഒരു ബിൽഡിങ്ങുകൾ പണിയുമ്പോൾ എങ്ങനെയാണ് അതിനെ ക്ലൈമറ്റ് റെസിലിയന്റ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ ക്ലൈമറ്റിനോട് അഡാപ്റ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് ആക്കി മാറ്റാൻ പറ്റുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ബിൽഡിങ്ങുകളെ നമുക്ക് ഹൈ പെർഫോമൻസ് ബിൽഡിങ്ങുകൾ എന്ന് വിളിക്കാം. എനർജി എഫിഷ്യൻസി വളരെയധികം കൂടിയ ബിൽഡിങ്ങുകളാണ്, വളരെ കുറച്ച് എനർജിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ബിൽഡിങ്ങുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ചിനെതിരെയുള്ള ഒരു വേ ഔട്ടായി മാറുന്നത് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആർട്ടിക്കിളുകൾ വരുന്നുണ്ട്. സോ ഈ ഒരു ഏരിയ, ഹൈ പെർഫോമൻസ് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട ഏരിയ ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർത്ത് വെക്കാം. അടുത്തത് ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് മാരിടൈം കോറിഡോർ ഇസ് ഓപ്പറേഷണൽ എന്ന് പറഞ്ഞിട്ട് പേജ് 12-ൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പൊ എന്താണ് ഈ ഒരു ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് മാരിടൈം കോറിഡോർ, എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഫോറിൻ ട്രേഡുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആണ്, അതേപോലെ പ്രിലിംസിനും ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർത്ത് വെക്കാം. അടുത്തത് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഇന്ത്യൻ സാറ്റലൈറ്റുകളെ ഡിപ്ലോയ് ഇൻറ്റു ഓർബിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പൊ ഇത് ബേസിക് ആയിട്ട് മനസ്സിലാക്കുക, എന്താണ്, ഏത് സാറ്റലൈറ്റ് ആണ്, എന്തിന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള സാറ്റലൈറ്റുകളാണ് ഉള്ളത്. ഫാൽക്കൺ 9 റോക്കറ്റ് ഓർത്തു വെക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂല് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തത് ഹൗ സസ്റ്റൈനബിൾ ഈസ് ഇന്ത്യസ് പാത്ത് ടു നെറ്റ് സീറോ വിത്ത് 45 years ലെഫ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ നെറ്റ് സീറോ ടാർഗറ്റുകൾ, അതായത് എത്രയാണോ കാർബൺ എമിഷൻ ചെയ്യുന്നത് അത്ര തന്നെ കാർബണെ ആഗിരണം ചെയ്യാനുള്ള സിങ്കുകൾ, കാർബൺ സിങ്കുകൾ നമ്മൾ ഉണ്ടാക്കുന്നതിനാണ് ഈ ഒരു നെറ്റ് സീറോ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ടാർഗറ്റ് 2070-ലേക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ 2070-ലേക്ക് ഇനി 45 വർഷമാണ് ലെഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ 45 വർഷത്തേക്ക് ഇന്ത്യയുടെ പ്ലാൻ എങ്ങനെയാണ്, ഇന്ത്യക്ക് ആ ഒരു
ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ പറ്റുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പരിശോധിക്കുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ചും ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ എഫേർട്ടിനെ കുറിച്ച് പറയും. പ്രത്യേകിച്ചും COP29 നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ലോകരാജ്യങ്ങൾ പ്രത്യേകിച്ചും ഡെവലപ്ഡ് കൺട്രീസ് ഡീവിയേറ്റ് ചെയ്യുന്നതാണ്. സോ അതൊരു ക്രിട്ടിക്കൽ ഏരിയ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ ഇന്ത്യയുടെ റോൾ എന്താണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്നുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഇത്രയുമാണ് ഹിന്ദു ന്യൂസ് പേപ്പറിലെ പത്രത്തിൽ നിന്നുള്ളത്. രണ്ട് വാർത്തകൾ ഡിജിറ്റൽ എഡിഷനിൽ നിന്നാണ്. വൈ കൺട്രി സ്ട്രഗിൾ ടു എലിമിനേറ്റ് ഫോസിൽ ഫ്യൂൽ സബ്സിഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്, ഓൺലൈനിൽ വന്നിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ എന്താണ് സബ്സിഡി, എങ്ങനെയാണ് ഫോസിൽ ഫ്യൂൽസിനെ സബ്സിഡൈസ് ചെയ്യുന്നതായിട്ടുള്ളത്, അപ്പോൾ ഈ സബ്സിഡൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിലനിർത്തി പോകുന്നത്, അതിനെ പിന്നോട്ട് പോകാത്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ സബ്സിഡീസിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ, അതുവഴി അതിൻ്റെ വില കൂടുകയും അതിൻ്റെ ഉപയോഗം കുറക്കാനും പറ്റുമോ, അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പരിശോധിക്കുന്നതായിട്ടുള്ളത്. സോ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് ഇലക്ട്രിക് വെഹിക്കിൾസുമായി ബന്ധപ്പെട്ടതാണ്. സാൾട്ട് വാട്ടർ ഫ്ലഡിങ് എ സീരിയസ് ഫയർ ത്രെറ്റ് ഫോർ ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നാണ് ഓൺലൈനിൽ പറഞ്ഞത്. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമുക്കിപ്പോൾ നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ചും ഈ ഒരു നെറ്റ് സീറോ ടാർഗറ്റുകൾ അല്ലെങ്കിൽ കാർബൺ എമിഷൻ തുടങ്ങിയിട്ടുള്ള ലക്ഷ്യങ്ങളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സേഫ്റ്റിയും മറ്റുമൊക്കെ മറ്റൊരു കൺസേൺ ആയിട്ട് വരാറുണ്ട്. സാൾട്ട് വാട്ടർ ഫ്ലഡിങ് എന്ന് പറയുന്നത്, ഉപ്പുവെള്ളം എന്ന് പറയുന്നത് ഫയറിന് കാരണമാകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസുമായി ബന്ധപ്പെട്ടുള്ള ചാലഞ്ചസ് എന്നുള്ളത് അതിൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകിച്ചും ഈ ഒരു ഫയറുമായി ബന്ധപ്പെട്ട് സാൾട്ട് വാട്ടറുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നേ ദിവസം നമ്മൾ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്ന് വായിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക, നമ്മുടെ ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ന്യൂസുകളുടെ അനാലിസിസ് ഇന്ന് വൈകുന്നേരം യൂട്യൂബ് മെമ്പർ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അനാലിസിസിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.